PDPയുടെ പിന്തുണ നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അത് UDF അനുകൂലമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസും ലീഗും ഒറ്റക്കെട്ടായി നിൽക്കണം. വെൽഫെയർ പാർട്ടിയും UDF ഒന്നിച്ച് നിൽക്കുകയായിരുന്നല്ലോ ഇവിടെ. ഇവർ തിരിഞ്ഞോട് കൂടിയിട്ട് പിന്തുണ ഇങ്ങോട്ട് വരികയാണെങ്കിൽ UDF തിരിച്ചടിയായിരിക്കും. അത് പരസ്യമായിട്ട് പിന്തുണ വാങ്ങുമ്പോൾ മറ്റുള്ള സംഘടനകൾ ഇപ്പോൾ എതിർപ്പായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. അത് ഉറപ്പായിട്ടും തിരിച്ചടി തന്നെ ആയിരിക്കും. ഒരു തിരിച്ചടിയാവില്ല. തിരിച്ചടി എന്ന് പറയാൻ എന്തിനു തിരിച്ചടി? ജമാഅത്തിനെ ആരും അംഗീകരിക്കുന്ന ആൾക്കാരല്ലല്ലോ ജമാഅത്ത്. അത് തിരിച്ചടി ആകാനാ സാധ്യത. ഏതെല്ലാം തീവ്രവാദികളുടെ ഏറ്റെടുത്തിക്കണ് CPM. ഈ സ്വരാജ് പറഞ്ഞ ഒരു വർഗീയത പാർട്ടിയുടെ വോട്ടും സ്വരാജിന് വേണ്ട. PDPയുടെ പിന്തുണ നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ ജമാഅത്തിൻ്റെ അവരും പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് നേരത്തെ ആദ്യം കാര്യങ്ങളിൽ നടക്കുന്ന മാതിരി ഇപ്പോഴും നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാൻ പോകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. UDF തിരിച്ചടിയാവുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളെങ്ങനെ പറയുക, വെൽഫെയർ പാർട്ടി വോട്ട് ചെയ്യുമോ? അവർ സ്വീകരിക്കുകയും ചെയ്ത് അതിന് വർക്കിന് ഇറങ്ങിയാൽ ചിലപ്പോൾ അത് അനുകൂല സാഹചര്യമായി മാറാൻ സാധ്യതയുണ്ട്. നല്ലൊരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അത് UDF അനുകൂലമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസും ലീഗും ഒറ്റക്കെട്ടായി നിൽക്കണം. വെൽഫെയർ പാർട്ടിയും UDF ഒന്നിച്ച് നിൽക്കുകയായിരുന്നല്ലോ ഇവിടെ. ഇവർ തിരിഞ്ഞോട് കൂടിയിട്ട് പിന്തുണ ഇങ്ങോട്ട് വരികയാണെങ്കിൽ UDF തിരിച്ചടിയായിരിക്കും. അത് പരസ്യമായിട്ട് പിന്തുണ വാങ്ങുമ്പോൾ മറ്റുള്ള സംഘടനകൾ ഇപ്പോൾ എതിർപ്പായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രതിഫലനം കാണാൻ ചാൻസ് ഉണ്ട്. അത് ഉറപ്പായിട്ടും തിരിച്ചടി തന്നെ ആയിരിക്കും. അത് ആലോചിച്ച് അവർ തീരുമാനം എടുത്തില്ലെങ്കിൽ അവർ തന്നെ പെട്ടുപോകും. വെൽഫെയർ പാർട്ടിയുടെ ഏത് പാർട്ടിയിലും ചേരത്തില്ലല്ലോ. അവിടെ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. UDF തനിച്ച് നിന്നാൽ മതിയല്ലോ, വിജയം ഉറപ്പല്ലേ. ഒരു തിരിച്ചടിയാവില്ല. തിരിച്ചടി എന്ന് പറയാൻ എന്തിനു തിരിച്ചടി? ഇവിടെ നടന്നുകൊണ്ടിരിക്കണം അങ്ങനല്ല. ഇവിടുത്തെ MLA രാജിവെച്ചു. അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുകയാണ്. എന്ത് കാരണത്തിന്? അപ്പോൾ ഇതൊരു കച്ചവടമായിട്ട് പോവുകയാണ്, അത്ര തന്നെ ഉള്ളൂ. ജമാഅത്തിനെ ആരും അംഗീകരിക്കുന്ന ആൾക്കാരല്ലല്ലോ ജമാഅത്ത്. ജമാഅത്ത് പൊതുവെ അവരെ ഭാരത സംസ്കാരം തീണ്ടാത്ത പാർട്ടിയാണ്. അങ്ങനെ ആരും തിരുത്തി എഴുതാത്ത PDPനെ പോലെ തിരുത്തി എഴുതാത്ത പാർട്ടിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ അറിവ്. അപ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കൽ ഒരിക്കലും ശരിയല്ല. അത് തിരിച്ചടി ആകാനാ സാധ്യത. മറ്റേ വില വോട്ട് വാങ്ങുമ്പോഴേ വെൽഫെയർ പാർട്ടിൻ്റെ വോട്ട് വാങ്ങുമ്പോൾ എനിക്ക് തിരിച്ചടിയാകാൻ സാധ്യത ഉണ്ട്. അതങ്ങനെ ഇത് വർഗീയ പാർട്ടിൻ്റെ ആണെന്നുള്ള ഒരു ഇത് ഉണ്ടാവും, കണക്കുകൂട്ടലുണ്ടാവും. അപ്പോൾ ആ നിലക്ക് തിരിച്ചടിയാകാൻ സാധ്യത ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ. ഇതിന് മുമ്പ് സ്വീകരിച്ചിട്ടുള്ള CPM പാർട്ടിയില്ലേ, ഇതിന് മുമ്പ് ഏതെല്ലാം തീവ്രവാദികളുടെ ഏറ്റെടുത്തിക്കണ് CPM? എത്ര ആൾക്കാർ ഏറ്റെടുത്തിക്കണ്? അതിനൊന്നും മറുപടി ആർക്കും പറയാനല്ലേ. ഈ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിച്ച ടൈമിന് ആരപ്ലേനോട് കൂടിന് CPM-ൻ്റെ ഇപ്പോഴല്ലേ, UDF-ൻ്റെ ഇപ്പോഴല്ലല്ലോ. അതിന് നമുക്ക് പറയുള്ളൂ, ഇവിടെ സുഖസുന്ദരമായിട്ട് സുഖത്ത് ജയിക്കും. വലിയ ഭൂരിപക്ഷമൊന്നും പറയില്ല, വലിയൊരു ഭൂരിപക്ഷമൊന്നും പറയില്ല. ഒരു 5000-4500 വോട്ട് അതിൻ്റെ ഉള്ളിൽ ജയിക്കുന്നില്ല, ഒരു ഉറപ്പാണ്. കാരണം വലിയൊരു കൊമ്പത്തേക്ക് പോകാൻ നമ്മളില്ല. നമുക്ക് ഞങ്ങളെ സിറ്റിംഗ് സീറ്റായിരുന്നു കോൺഗ്രസിൻ്റെ UDF-ൻ്റെ. അതുപോലെ അമ്പുക്കേനൊരു കാലത്ത് അമ്പുക്ക ഓരോ മുദ്രാവാക്യമുണ്ട്, കണ്ടേ കരളെ അമ്പുക്ക ഞങ്ങളെ ചങ്കിലെ റോസാപ്പൂ എന്നൊരു മുദ്രാവാക്യമുണ്ടേനെ. അതുപോലെ മാറ്റി പറഞ്ഞു. അത് ഞാൻ പറയണില്ല, അതുപോലെ നമ്മൾ ഏറ്റവും പിടിക്കുന്നത് ശരിയല്ലല്ലോ. ആ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. അൻവറിനെ അവിടെ ഭരിക്കാനും അയച്ചില്ല CPM. പിണറായി വിജയനൊന്നും കൊടുത്തില്ലല്ലേ, വായ്പാസ് ഒന്നും അങ്ങനെ ആവില്ലല്ലോ. ഇവിടെ സുഖസുന്ദരമായിട്ട് വലിയൊരു കൊമ്പത്തേക്കൊന്നും പോകില്ല, 5000-ൻ്റെ ഉള്ളിൽ ജയിക്കും. ജമാഅത്തിൻ്റെ വോട്ട് ഏത് കാലമായാലും ഈ സ്വരാജ് പറഞ്ഞ ഒരു വർഗീയത പാർട്ടിയുടെ വോട്ടും സ്വരാജിന് വേണ്ട. അത് STP ആയാലും വേണ്ടില്ല, ജമാഅത്ത് ഇസ്ലാമി ആയാലും വേണ്ടില്ല. പിന്നെ നമ്മൾ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു. 45 വർഷം ഇവിടെ MLA മന്ത്രിയായ ആര്യാടൻ സൗഖ്യത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു 10 വർഷം കൊണ്ട് PV അൻവർ അത്രയിലും ആക്കിയില്ലേ. നിലമ്പൂർ ബൈപ്പാസ് ഉണ്ട് അറിഞ്ഞില്ലേ, അത് അൻവറിനെ കൊണ്ടാണ്. ഞാൻ CPM-കാരനാണ്, ഞാൻ അൻവറിനെ പിന്താങ്ങിയ ആളാണ്. പക്ഷെ പാർട്ടി കയറി കളിച്ചാൽ അത് അൻവറായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, പുറത്തുനിന്ന് തള്ളൂ. ഓക്കെ, അത് തിരിച്ചടിയാവില്ല. UDF തന്നെ വിജയം വരുള്ളൂ. ശക്തമായിട്ട് തന്നെ UDF മുന്നോട്ട് പോകുന്നില്ലാണ് നമ്മളെയും അഭിപ്രായം. ഓരോരുത്തർക്കും ഓരോ ഇതാവും. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി മറ്റേ ഒരു ഇതില്ല എന്നല്ല പറഞ്ഞേ, അവർ ജമാഅത്ത് ഇങ്ങനെ തല്ലിയല്ല പറഞ്ഞേ അല്ലേ. അപ്പോൾ പിന്നെ അതല്ലേ ശരി. അപ്പോൾ അവരും മേൽക്കൈ നോക്കിയിട്ടല്ല കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പിന് അവരും മത്സരിച്ചത് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് ഉണ്ടായത്. അവർക്ക് പിന്തുണ ഏൽപ്പിച്ചിട്ടല്ല അവർ ഇതായത്. അത് അങ്ങനെ അതിന് കുഴപ്പമൊന്നുമില്ല, അത് ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. UDF
LDF ഇത് വോട്ട് കിട്ടാനുള്ള സർവ്വ പണിയും നോക്കുന്നുണ്ട്. അതല്ലാതെ ഇതിലൊന്നും ഒരു വ്യക്തതയോ ഒരു സത്യസന്ധതയോ ആയ സംസാരം ആരുടെയും വായിൽ നിന്ന് വരുന്നില്ല. ജനങ്ങളെ വിഡ്ഢികളാക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ യാതൊരു ഇതുമില്ല. ഓരോരുത്തർക്കും ബോധിച്ചത് അവരോട് പറയുന്നു, ചെയ്യുന്നു. അല്ലാതെ ഇതൊന്നും ഒരു സത്യസന്ധതയുള്ള കാര്യങ്ങളല്ല. എല്ലാവരും ജനങ്ങളെ വിഡ്ഢികളാക്കുക, അത് തന്നെയാണ് ചെയ്യുന്നത്. തിരിച്ചടി ആവുമെന്നല്ലേ നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പാർട്ടിക്കാരും ഒരു രൂപത്തിൽ പോകുന്നുണ്ട്. എങ്ങനെയെന്നില്ലേ നമുക്കൊന്നും ഉറപ്പ് പറയാൻ കഴിയില്ല. സ്വരാജിനൊരു മുൻതൂക്കം ഉണ്ടോ എന്നില്ല നമുക്കറിയില്ല. ഇപ്പോൾ തന്നെ ആരുടെ സൗഖ്യത്തിന് ഒരു മുൻതൂക്കം ഉണ്ടോ എന്നില്ല ഒന്നും പറയാൻ കഴിയില്ല. അൻവർ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ ഇവിടെ വരുന്നുണ്ടല്ലോ, ഇലക്ഷൻ കഴിയട്ടെ പറയാം. ഇവിടെ തിരിച്ചടിയാകുന്നു. ഇവിടെ ആരുടെ സൗഖ്യത്ത് ഈസി ആയിട്ട് ജയിച്ചു ഈ ഭരണവിരുദ്ധമായതുകൊണ്ട്. അതിപ്പോൾ എല്ലാ പാർട്ടിയിലും ഇല്ലേ, ഇവിടെ അൻവർ ജയിക്കുള്ളൂ. എല്ലാവരും വർഗീയത നോക്കിയിട്ടൊന്നും അല്ലല്ലോ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആരെയും കൂട്ടുപിടിക്കുകയല്ലേ. അപ്പോൾ അതിൽ തിരിച്ചടിയൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും അതേമാതിരി ചെയ്യുന്നുണ്ട്, കിട്ടുന്നവരൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, മറ്റവരും സ്വീകരിച്ചതല്ലേ, എല്ലാവരും രണ്ട് കൂട്ടരും സ്വീകരിച്ചാണ്. അപ്പോൾ പിന്നെ തിരിച്ചടിയൊന്നും ആവില്ല. കാരണം ഈ പ്രാവശ്യം ജനങ്ങളെ ആകെ തിരിഞ്ഞിരിക്കുക ഭരണം കാരണം. UDF തിരിച്ചടിയായിരിക്കും ഇത്. പിന്നെ ഇവിടെ പിന്നെ സ്വരാജ് ജയിക്കുള്ളൂ. എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ശരി വരാൻ ചാൻസ് ഉണ്ട്. കാരണം മറ്റ് സംഘടനകൾ, മതസംഘടനകൾ അവർക്ക് എതിരായതുകൊണ്ട് അവർക്ക് വരാൻ ചാൻസ് കുറവാണ്. അത് മറ്റുള്ളവരുടെ വോട്ടുകളപ്പോൾ അതിന് ചോരാനുള്ള വഴികൾ ഉണ്ട്. അതിൻ്റെ പേരിൽ അത് ഈ മതസമുദായ സംഘടനകളുണ്ടല്ലോ, അവരെ വോട്ടുകൾ ചിലപ്പോൾ ചോരാനുള്ള ചാൻസ് വരുന്നുണ്ട് അതിൽ. അതാണ് അതിൽ കാണുന്നത് ഇപ്പോൾ. കാരണം ഇപ്പോൾ ജയിക്കല്ലേ വേണ്ടുള്ളൂ. അത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പോൾ അവർക്ക് ജയിക്കണ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് സാധിക്കും. പിന്നത്തെ ഭാവി പിന്നെയല്ലേ, അതെന്താവുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആരും വിശ്വസിക്കാനും പറ്റില്ല. എല്ലാ മൂന്ന് കക്ഷികളും ഒരേ മാതിരിയൊക്കെ പോകുന്നുണ്ട്. അൻവറും മറ്റവരും ആര് ജയിക്കുന്നൊന്നും നിർണ്ണയിക്കുന്നതായിട്ട് പറയാൻ കഴിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ഇത് തിരിച്ചടിയാവുമല്ലോ, ഉറപ്പല്ലേ. അത് അതുപോലെ വർഗീയ സംഘടനയല്ലേ അവർ. അത് മുസ്ലിം സംഘടനകൾ തന്നെ എതിരാണ് പറയുന്നത്. മുസ്ലിം സംഘടനകൾ തന്നെ പറയുന്നുണ്ടല്ലോ അവരെ കൂട്ടുന്നത് തെറ്റാണ് എന്ന് പല വിഭാഗം സംഘടനകളും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാം. അവർ ഇന്നലെ നാളെ അവരെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, UDF ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയായും. നോർമലി അങ്ങനെ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണല്ലോ അവർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക തിരിച്ചടി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിപ്പോൾ ആര് ജയിക്കും എന്നുള്ളത് ഒരു ടൈറ്റ് മത്സരത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. നല്ലൊരു ശക്തമായ ഒരു മത്സരമാണ് സ്വരാജ് നടത്തുന്നതും അതേപോലെ ആര്യാടൻ ഷൗക്കത്ത് നടത്തുന്നതും നല്ലൊരു ഇതാണ്. പിന്നെ അൻവർ എത്രത്തോളം വോട്ട് തിരിക്കുമല്ല, അത് എത്ര ഒരു ഇതുണ്ടാവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. തിരിച്ചടി ആവൂലേ? ഇപ്പം 3 സ്ഥാനാർത്ഥികളും നല്ല ഉഷാറായി നിൽക്കണോണ്ടേ എവിടേക്കത് മറിയാന്നുള്ളത് പറഞ്ഞാൽ കറക്റ്റ് ഒരു ഇതില്ല. 3 സ്ഥാനാർത്ഥി നല്ല ടോപ്പാണ്. ഇതിൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കറക്റ്റ് പറയാനൊരു ഐഡിയ ഇല്ല. എനിക്ക് രാഷ്ട്രീയത്തിൽ വലിയ കാഴ്ചപ്പാടില്ല. ഞാൻ സമയത്തിന് വോട്ട് ചെയ്യാൻ അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു പാർട്ടിൻ്റെ ആളല്ല. ഞങ്ങൾക്ക് UDF ജയിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളവരാണ്. തിരിച്ചടിയൊന്നും അങ്ങനെ ആകത്തില്ല. കാരണം അവർ പണ്ട് മാർക്സ് പാർട്ടിക്കാർ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് അന്ന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവർക്കും പ്രശ്നമൊന്നും ഉണ്ടാകണ്ട, ഇവർ ജയിക്കട്ടെ, അതാണ് പറയുന്നത്. അല്ല, തിരിച്ചടി എന്ന് പറഞ്ഞാൽ LDFും അവരുടെ പിന്തുണ സ്വീകരിച്ചിട്ടുള്ള കൂട്ടരാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് വലിയ പുതുമയൊന്നുമില്ല. UDFിൻ്റെ പിന്തുണ അല്ല വോട്ടുകളതിനൊക്കെ, അതുകൊണ്ട് തിരിച്ചടിയാവും. ഇപ്പോൾ ആദ്യത്തെ കാലം ഇപ്പോൾ സ്വരാജ് തന്നെ ജയിക്കുള്ളൂ. അത് ഒരു 3000-4000 വോട്ട് ഇവിടെ സ്വരാജ് ജയിക്കും. ഇവിടെ ആര് ജയിച്ചാലും ഓരോന്ന് കഞ്ഞി കുമ്പിള്ള അത്രേ ഉള്ളൂ. 3 ഇപ്പോൾ ശരിക്കും അൻവർ, സ്വരാജ്, ഷൗക്കത്ത്. ഇത് ഈസി വാക്കറല്ല, ടൈറ്റ് മത്സരമാണ്. ഇത് പിന്നെ UDFിൻ്റെ സീറ്റ് കിട്ടാം. ആ സീറ്റിൽ പിന്നെ ആര് ജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അത് കൊടുക്കൽ കൊടുത്തുന്നുള്ളൂ. ഇവിടെ നമ്മൾ ഭൂരിപക്ഷം കാണുന്നത് സ്വരാജനാണ്. ഇവിടെ സ്വരാജ് ജയിക്കണം, എന്നാലേ ഈ നാടിന് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഭരണം അവരെ കയ്യിലാണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുമോ അതന്നെ ഉള്ളൂ. 80% വോട്ട് പിന്നെ ചെയ്താൽ കഴിഞ്ഞാൽ 1,60,000 വോട്ടുണ്ടാവും. ഈ വോട്ടിൽ ഒരു 3,500 ഒരു 13,500 വോട്ട് BJPക്ക് ഉണ്ട്. അതിൽ 10,000 വോട്ട് പോലെ പിടിച്ചാലും ബാക്കി ഇവിടെ കത്തക്ക